പാലക്കാട് പോത്തുണ്ടിയിൽ KSRTC ബസ് കൊക്കയിലേക്ക് വീണു. സന്തോഷ് സെർലിംഗ് ചേരുകയാണ്. സന്തോഷ്, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഷമി, അല്പസമയം മുമ്പാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെ പാലക്കാട് നിന്ന് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന സ്ഥിരം റൂട്ട് ബസ്സാണ്. അപ്പൊ ഈ സമയത്ത് യാത്രക്കാർ അധികം ഉണ്ടാകില്ല എന്നാണ് KSRTC അധികൃതർ പറഞ്ഞത്. എന്തായാലും ഇത് പോത്തുണ്ടി ഭാഗത്ത് ഒരു ചെറിയൊരു കയറ്റമുണ്ട്. അതിന്റെ ഭാഗത്ത് വെച്ച് തെന്നി സമീപമുള്ള ചെറിയ കൊക്കയിലേക്ക് വീണു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് യാത്രക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സ്ത്രീ മരണപ്പെട്ടതായി ഇപ്പോൾ അവിടെ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഇത് സാധാരണ സർവീസ് നടത്തുന്ന ബസ്സാണ്. പക്ഷെ ഈ സമയത്ത് നെല്ലിയാമ്പതിയിലേക്ക് വിനോദസഞ്ചാരത്തിനായി ബസ്സുകൾ അയക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ മഴയൊക്കെ കാരണം അത്തരം സർവീസുകളൊക്കെ വെട്ടിക്കുറച്ചിരുന്നു. പകരം സാധാരണ വണ്ടിയായിരുന്നു, ലോക്കൽ സർവീസ് ആയിരുന്നു. ആ യാത്രയാണ് ഇപ്പോൾ ഒരു അപകടത്തിലേക്ക് പോയിരിക്കുന്നത്. എല്ലാവരും അവിടേക്ക് എത്തുന്നേ. ഇപ്പോൾ പ്രദേശത്തുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഈ ബസ് സംബന്ധിച്ച്, അതായത് ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു. ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? അങ്ങനെ ഉള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഷമി, പാലക്കാട് ഡിപ്പോയുമായി ഇതിനായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. പക്ഷെ അവരും ഇപ്പോൾ ഈ അപകടം അറിഞ്ഞ് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു പ്രാഥമികമായ നിഗമനം ഈ സമയത്ത് സാധാരണ യാത്രക്കാർ കുറവായിരിക്കും എന്നതാണ്. വീക്കെൻഡ് ആകുമ്പോഴേക്കാണ് തിരക്ക്. കാരണം നെല്ലിയാമ്പതി ടൂറിസം മേഖല കാണാൻ. സന്തോഷ്, അതിലൊരു കാര്യം, ഈ ബസ് കൊക്കയിലേക്ക് വീണു എന്നുള്ളതാണ്. കൊക്ക നല്ല ആഴത്തിലുള്ള ഒരു ഭാഗമാണല്ലോ. അപ്പൊ സ്വാഭാവികമായും ബസ് ആഴത്തിലേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം ചെറുതായിരിക്കില്ല. പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് അത്ര ആഴത്തിലേക്ക് പോയില്ല എന്നാണ്. മരച്ചില്ലകളിലൊക്കെ തട്ടിത്തെറിച്ച് ഒരു പകുതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഉണ്ടായിരുന്നവർക്ക് എന്തായാലും കാര്യമായ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് ഇത്തിരി ഗുരുതരമായ അപകടം പറ്റി എന്നാണ് പറയുന്നത്. അത് നേരത്തെ കമ്പി പറഞ്ഞതുപോലെ അത് കാര്യമായ ഒരു കുട്ടിയിലേക്കാണ് വീണതെങ്കിൽ പോലും ഒരാളെ പോലും നമുക്ക് കിട്ടില്ല. ആ വലിയ അവസ്ഥയിലേക്ക്, വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. എന്തായാലും ഇപ്പോൾ ആ അവസ്ഥയല്ല എത്തിയിരിക്കുന്നത്. മരണം ഉണ്ടോ ഇല്ലയോ എന്നത് സംശയമാണ് എന്നും പ്രദേശത്തു നിന്നുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു വളരെ ഗുരുതരമായ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഇതൊരു പ്രിയദർശിനി ബസ് കൂടിയാണ്. അപ്പൊ വനിതാ യാത്രക്കാരായിരിക്കും ഈ സമയത്ത് കൂടുതലായി ഉണ്ടാവുക എന്നത്. പക്ഷെ ഈ 9:30-ക്കാണ് ഈ അപകടം. ഈ സമയം എന്ന് പറയുന്നതാണെങ്കിൽ ഈ പാലക്കാട് അവധി കൂടിയാണ്. സ്കൂൾ കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ആ തരത്തിലുള്ള യാത്രക്കാരും വളരെ കുറവാണ്. സാധാരണയുള്ള യാത്രക്കാർ മാത്രമാണ്. അതുകൊണ്ട് അപകടത്തിന്റെ വ്യാപ്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സന്തോഷ്, വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ച് നമുക്കിപ്പോഴും കൃത്യമായ ഒരു ധാരണയിലേക്ക് വരുന്നില്ല. എന്തായാലും ബസ് കൊക്കയിലേക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് പോത്തുണ്ടിയിലാണ് സംഭവം. രാവിലെ ഏതാണ്ട് 9:30 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. ആ ബസ് വലിയ ഒരു ആഴത്തിലേക്ക് വീണിരിക്കുന്നു. ഏതൊക്കെ തരത്തിൽ അത് യാത്രക്കാരെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടതാണ്. ഒരു സ്ത്രീയുടെ നില അതീവ ഗുരുതരമായി എന്നുള്ളതും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ഒന്നും ഇതുവരെയും സ്ഥിരീകരിച്ചില്ല. ബസ്സിൽ എത്ര യാത്രക്കാരുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. രാവിലെ ഏതാണ്ട് 9:30 മണിയോടുകൂടിയാണ് ഈ സംഭവം. മഴ വളരെ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ബസ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് വീണു എന്ന വിവരങ്ങളാണ് വരുന്നത്. ബസ്സിൽ എത്ര യാത്രക്കാരുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പാലക്കാട് ഡിപ്പോയിൽ നിന്നൊരു കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ബസ് പൂർണ്ണമായും തകർന്നിട്ടില്ല. ബസ് വലിയ തോതിൽ ബസ്സിന് ഡാമേജ് സംഭവിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ ആഴത്തിലേക്കൊരു ബസ് പതിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ആഘാതം അതിലെ യാത്രക്കാരെ ബാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. എത്ര യാത്രക്കാർ ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഘടകം. പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അവർ മരണപ്പെട്ടു എന്ന വിവരം വരുന്നു. ഒരു യുവതി അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. എന്തായാലും ബസ് പൂർണ്ണമായും തകർന്ന് പോയിട്ടില്ല. ബസ്സിന് അത്ര വലിയ ഡാമേജ് സംഭവിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് സന്തോഷ് സെർലിംഗ് നൽകുന്നത്. സന്തോഷ്, ബസ് വലിയ തോതിൽ ബസ്സിന് ഡാമേജ് സംഭവിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്.
അതായത് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മളിപ്പോ അവിടെ എത്തുന്നതേ ഉള്ളൂ. കാരണം അല്പം ദൂരെയാണ് പാലക്കാട് നഗരത്തിൽ പോത്തുണ്ടി. പ്രദേശത്ത് നിന്ന് എടുത്ത ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ അപകടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. പ്രതീക്ഷിച്ചതുപോലെ ഉള്ളിലേക്ക് വീഴുകയാണ് ചെയ്തിരുന്നെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി വലുതാകുമായിരുന്നു. എന്നാൽ ആ തരത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ സമീപത്തുള്ള ഫയർഫോഴ്സ് സ്റ്റേഷൻ കൊല്ലങ്കോടാണ്. കൊല്ലങ്കോടിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം അങ്ങോട്ട് പോയിട്ടുണ്ട്. കൂടാതെ നെന്മാറയിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള 7ഓളം ആംബുലൻസുകൾ ഈ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രദേശവാസികൾ അവിടെ ഉള്ളവരെ, അതായത് ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനാണ് ശ്രമം നടത്തുന്നത്. സന്തോഷ്, നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ആ ബസ് നേരെ തന്നെ നിൽക്കുന്നു. എന്തായാലും സന്തോഷ് പറഞ്ഞ പോലെ വലിയ ഒരു തരത്തിലേക്ക് അതിന് ഡാമേജ് സംഭവിച്ചിട്ടില്ല. ബസ് നിവർന്ന് തന്നെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ സംബന്ധിച്ച് ആ ബസ്സിനുള്ളിൽ ഒരുപക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീഴ്ചയിൽ സംഭവിച്ച ആഘാതങ്ങളല്ലാതെ മറ്റ് വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ലെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ചില യാത്രക്കാർ ഈ ബസ്സിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നു, തെറിച്ചു വീണു എന്നുള്ള വാർത്തകൾ വരുന്നു. അവരെ സംബന്ധിച്ചുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. KSRTCക്ക് ഇപ്പോഴും അത് സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ നൽകാൻ കഴിയുന്നില്ലല്ലോ, അല്ലേ സന്തോഷ്? ഈ KSRTCക്ക് ഇതുവരെ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇല്ല. കാരണം ആ സംഘവും അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. സ്റ്റേഷൻ മാനേജർ അടക്കമുള്ളവർ എത്തുന്നു. എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. കാരണം ഇപ്പൊ ഈ പോത്തുണ്ടി ഭാഗത്തൊക്കെ കഴിഞ്ഞ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പോത്തുണ്ടി ഡാം തന്നെ ഏകദേശം 91% നിറയുന്ന തരത്തിൽ ആറ്റ്മെന്റ് ഏരിയയിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഈ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രകൾ പോലും ജില്ലാ ഭരണകൂടം നിയന്ത്രിക്കുകയും ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വലിയ ശക്തമായ മഴ കാരണം ഏതെങ്കിലും അപകടം പറ്റിയതാണോ എന്ന് കൂടി നമ്മൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പക്ഷെ ഈ നെല്ലിയാമ്പതി റൂട്ടിലേക്ക് ഓടുന്ന ബസ് ഡ്രൈവർമാരെന്ന് പറയുന്നത് പരിചയ സമ്പന്നരാണ്. കാരണം ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു റൂട്ട് കൂടിയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്താണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ മഴ കാരണം തെന്നിപ്പോയതാണോ, ഇനി മറ്റേതെങ്കിലും വേണ്ടി എതിരെ വന്നാണോ എന്നൊക്കെ നമ്മൾ ഇനി പരിശോധിക്കണം. ഒമ്പരയ്ക്കാണല്ലോ സംഭവം. ആ ഏരിയയിൽ അങ്ങനെ CCTV ദൃശ്യങ്ങളൊന്നുമില്ല. ദൃക്സാക്ഷികൾ വളരെ കുറവാണ്. പക്ഷെ ഇനി വണ്ടിയിൽ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചത് അത്ര യാത്രക്കാർ ഇല്ലാത്തത് വലിയൊരു ഭാഗ്യം എന്ന് തന്നെ പറയാൻ കഴിയും. കൂടാതെ പെട്ടെന്ന് തന്നെ അടിയന്തരമായ പ്രദേശവാസികൾക്ക് സഹായം എത്തിക്കാനൊക്കെ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് പോത്തുണ്ടിയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. KSRTC ബസ്സാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. നിരവധി യാത്രക്കാർക്ക് പരിക്കുണ്ട്. സന്തോഷ് സെർലിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.